വായിച്ച തിരുവെടുത്ത് മർക്കോസിന്റെ സുവിശേഷം ഞാൻ ഓർപ്പിച്ചല്ലോ. സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്യാവശ്യമായി ചുരുക്കിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുക. വിശദീകരണം അധികമില്ല. അധികം വിശദീകരിക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മുടെ പാപ്പച്ചൻ പറഞ്ഞ പോലെ എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ അധികം മർക്കോസിൽ നിന്ന് വിവരിക്കാതിരിക്കുന്നതാ ഇപ്പൊ നല്ലത്. 5-ാം അധ്യായം പഠിക്കുമ്പോ യേശു ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ പോവാ. ആ സൗഖ്യം ലഭിച്ചു, അവന് വിടുതൽ കിട്ടി. ഇക്കരെ വന്നു. ഇക്കരെ കയറിയപ്പോൾ പള്ളിപ്രമാണി യായിറോസിന്റെ മകള്, ഞാൻ ആ പെങ്കൊച്ചന്റെ പേര് പറഞ്ഞു, കുഞ്ഞു മകളെന്നാ അവിടെ എഴുതിയേക്കുന്ന പേര് വേറെ ഇല്ല, കാണാത്തോണ്ട് ഞാൻ അങ്ങ് പേരിടുക, കുഞ്ഞോള്. കുഞ്ഞുമോക്ക് അസുഖം കണ്ടമാനമായി. അപ്പൊ യേശുവിനോട് വന്ന് പറഞ്ഞു, ഗുരു, കുഞ്ഞുമോള് അല്പം സീരിയസ് ഒന്ന് പ്രാർത്ഥിക്കും. അപ്പൊ യേശു നമ്മളെ പോലല്ല, മനുഷ്യളുള്ള ദൈവമാണ്. നമ്മളാന്നെ പറയുന്ന മറിയാമ്മ കൊച്ചമ്മ എടുക്കുക, കുഞ്ഞോളെ അവിടെ ഞാൻ കിടക്കട്ടെ എന്ന് പറയും. കനമുള്ള കൊച്ചമ്മ എവിടെ ഉണ്ടെന്ന്. കർത്താവിന് കൊച്ചമ്മേനും വേണം, കുഞ്ഞോളെയും വേണം, ജോയിക്കുട്ടിയും വേണം, പാപ്പച്ചനെയും വേണം, ബേബിച്ചനെയും വേണം, തങ്കച്ചനെയും വേണം. എല്ലാവരെയും ദൈവത്തിന് ആവശ്യമാണ്. ചെറിയവരെയും വലിയവരെയും ദൈവം ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് രക്തസ്രവക്കാരി. അവളോട് ആരോ പറഞ്ഞു, നീ ചികിത്സകളെല്ലാം ചെയ്ത് TMM പോയി, അവിടെ KPN ആശുപത്രിയുടെ പേരിന് ബിലീവേഴ്സ് നീ പോയി, കോട്ടയത്ത് കാരിത്താസിൽ പോയി, അപ്പുറം മാതായി പോയി, ഇപ്പം അതിനകത്ത് പുതിയത് ഏതാണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നു. പോകാവുന്നിടത്തെല്ലാം നീ പോയി, ഒട്ടും ഭേദം വന്നില്ല. അപ്പോൾ അവളോട് പറഞ്ഞു യേശു, അവള് വിശ്വാസത്തോടെ നടന്ന് അവിടുത്തെ ആ തിരുവസ്ത്രത്തിൽ തൊട്ടതേ ഉള്ളൂ, തപ്പെന്ന് സൗഖ്യമായി. വിശ്വാസത്തോടെ ആര് വന്ന് തൊട്ടാലും സൗഖ്യമാണ്. ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. വിശ്വാസത്തോടെ ആര് തൊട്ടാലും സൗഖ്യം. അവൾക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. അന്നേരം യേശു നിന്നെ ചോദിച്ചു, എന്നെ തൊട്ടതാരാണ്? വിശ്വാസത്തോടെ ആര് തൊട്ടാലും സൗഖ്യമാണ്. ആര് തൊട്ടാലും. അപ്പൊ യേശു നിന്നെ ചോദിച്ചു, എന്നെ തൊട്ടത്? അവര് പറഞ്ഞു, തൊട്ടെന്നോ? തട്ടി വീണിട്ട് എത്ര പ്രാവശ്യം വീണ നടക്കുന്ന ആള് തെള്ളുകാരണം. ആണ്ടെ പത്രോസ് ഇപ്പൊ 3-ാമത്തെ പ്രാവശ്യം വീടുന്നത്. അന്ത്രോസ് വീണ് അവിടെ കിടക്കുക, എന്റെ കാലെ ചവിട്ടിയ യാക്കോച്ചനപ്പുറലോട്ട് ആള് കൂടിയെന്ന്. എന്നിട്ട് നീ പറയാ തൊട്ടെന്ന്. കർത്താവ് പറഞ്ഞു, നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുകയോ തൊടുകയോ ഒക്കെ ചെയ്യും. ഇതിന് ഈ ആൾക്കൂട്ടത്തിൽ ആരോ എന്നെ വിശ്വാസത്താൽ തൊട്ടു. ഈ ആൾക്കാർ ഒത്തിരി വന്നാലും വിശ്വാസത്താൽ തൊടുന്നത് 1-2 പേരാണ്. ആളെപ്പടിയുണ്ട്, പക്ഷെ വിശ്വാസമുള്ളവർ ചുരുക്കം പേരാ. കർത്താവ് പറഞ്ഞ എന്നെ തൊട്ടു, ആരോ വിശ്വാസത്താൽ തൊട്ടു. അപ്പൊ ചോദിച്ചാൽ അതെങ്ങനെ മനസ്സിലായി? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. സ്ത്രീ പേടിച്ച് നിൽക്കുക. രക്തസ്രവക്കാരിക്ക് അടുക്കാനോ തൊടാനോ വ്യവസ്ഥയുള്ളതാണ്. ഇവള് അന്തം വിട്ട് നിൽക്കുക. കർത്താവ് അവളെ സ്നേഹിച്ചു. വിദ്വാൻ കുട്ടിച്ചൻ ഒരു പാട്ട് എഴുതി, എപ്പോഴും ഞാൻ പാടുന്നതാ. മിക്കവാറും ആ സഹോദരി ഉണ്ടെങ്കിൽ അവളായിരിക്കും അത് പാടാൻ കുറച്ചുകൂടെ യോഗ്യത. ആരാ? രക്തസ്രവക്കാരി. സഹോദരിയുടെ പേരൊന്നും അവിടെ കൊടുത്തിട്ടില്ല. വിദ്വാൻ കുട്ടിച്ചൻ എഴുതിയ പാട്ട് മിക്കവാറും ആ സഹോദരി പാടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പാട്ട് നമ്മൾ എപ്പോഴും പാടുന്നത് അതിന്റെ ഇടയ്ക്കത്തെ വരിക അവള് പാടുക. അതികൾ ഒഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു
നിത്യം പോറ്റുന്നവൻ, ആദികളൊഴിച്ചെന്നെ കാക്കുന്നവൻ, ഭക്ഷണാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ, നീതി വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ, ജീവനായകൻ മനുവേലേ, ജീവനായകനെ മനുവേലേ, ജീവനായകനെ. അപ്പൊ ശ്രദ്ധിക്കുക, അവർക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. ഈ സൗഖ്യം കൊണ്ട് നടന്നപ്പോ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇനിയും അവർക്ക് പൂർണ്ണ വിടുതൽ കിട്ടിയപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇനിയും ഗുരുവിനെ അസുഖപ്പെടുത്ത വേണ്ട, കുഞ്ഞോള് മരിച്ചെന്ന്. എന്നാ ഓർഗൻ കൊണ്ടുവരാ, ഹാർമോണിയം കൊണ്ടുവരാൻ ഞായറാഴ്ച കൊണ്ടുവരുമോ? സ്തോത്രം. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ ആശപ്പെടുത്തണം, ഇനി അത്തറ്റമൊക്കെ വന്ന് പിന്നെ പല ചെലവുകളാണ്, ഗുരുവിനെ വിട്ടേര്. അവിടെ കുഞ്ഞോള് മരിച്ചുപോയി. ഇങ്ങനെ പറഞ്ഞപ്പോൾ 36 യേശു ആ വാക്ക് കാര്യമാക്കി. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പൊ 5-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ഗദരദേശത്തെ ഭൂതഗ്രത്തിന് സൗഖ്യമാണ്. ആ സൗഖ്യം കൊടുക്കാൻ പോകാൻ കാരണം 4-ാം അധ്യായം പഠിക്കുമ്പോൾ 4:35. അല്ല, ആൾക്കാർക്കെല്ലാം ഡൗട്ടല്ലേ, അയ്യോ ഇന്നലെ എന്തേലൊക്കെ പുള്ളി പറഞ്ഞു കാണും, ഇന്നലെ പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പോവാ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൽ നിന്നല്ലേ ഉള്ളൂ. ഞാൻ പറയാന്, പണ്ട് ഞങ്ങളുടെ ഒരു അമ്മ വണ്ടിയെ കയറി, പ്രൈവറ്റ് ബസ് തെള്ളല്ലേ, കണ്ടമാനം തെള്ള്. അമ്മ വണ്ടിയെ കയറി പിടിച്ചു. അപ്പൊ കണ്ടക്ടർ വന്ന്, അങ്ങനെയാണല്ലേ നമ്മുടെ, അങ്ങനല്ലേ കണ്ടക്ടർ. അപ്പൊ ഈ അമ്മ ചോദിച്ചു എവിടാ പോകുന്നത്, പറഞ്ഞ് അമ്മ ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്തു. പിന്നെ ആള് വണ്ടിയെ നന്നായിട്ട് അങ്ങ് തെള്ളായപ്പോ ഈ ആരുടെയൊക്കെ ടിക്കറ്റ് എടുത്തു കൊടുത്തൊന്നും കണ്ടക്ടറും വലിയ തിട്ടമില്ല. അപ്പൊ കണ്ടക്ടർ അതുപോലെ പുറകെ ഇങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞ് അമ്മ വീണ്ടും അമ്മയെടുക്കാൻ വന്നിട്ട് പറഞ്ഞാട്ടെ. അമ്മ ചോദിച്ചു എന്നാ പറയാൻ, എടാ കാശും തന്ന് നീ ടിക്കറ്റ് തന്നു, പിന്നെ ഈ വണ്ടിക്കകത്ത് വെച്ച് ഞാൻ നിന്നോട് എന്നാ ഞാൻ എന്നാ പറയാന്, കാശും തന്ന് ടിക്കറ്റ് തന്ന് എനിക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് കിട്ടിയിരിക്കുക, ഇപ്പൊ ഞാൻ എന്നാ പറയാന്, തരുന്നവനെല്ലാം ടിക്കറ്റ് എടുത്ത് തന്നേച്ച്. അപ്പൊ കാശും തന്ന് അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിന്റെ ആ ശുശ്രൂഷ. യേശു പറഞ്ഞു സന്ധ്യയായപ്പോ പറഞ്ഞ് അക്കരയ്ക്ക് പോകാം. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു വചനം പറഞ്ഞു. നിങ്ങൾ അധ്യായം പഠിക്കുമ്പോൾ അറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനമേ പറയാവൂ, നീ വേറെ ഒന്നും പറയണ്ട. വചനം അങ്ങോട്ട് പറഞ്ഞ വചനത്തിന് ശക്തിയുണ്ട്, വചനം മാത്രം പറഞ്ഞാൽ മതി. ഇത് വചനമല്ല വരുമ്പോഴേ വെക്കുന്ന അറിഞ്ഞോ എന്നതാ, എടാ വചനം പറ, ദൈവവചനം പറ, ദൈവവചനം. വചനം അത് വേഗത്തിൽ ഓടുന്നതാണ്. ഇത് വന്ന് പറയും, ഉടനെ അത് അപ്പുറലോട്ട് പറയും, ഉടനെ അത് സ്തോത്രം. എന്നുവെച്ച് പിന്നെ യോഗത്തിന് നിന്ന് കൈ ഒടിക്കല്, പാടുകയില്, പ്രാർത്ഥിക്കല്, പമ്മി ഇരിക്കുക, എലിക്കുഞ്ഞിരിക്കും പോലെ. അതിനെ അങ്ങനെ പമ്മി ഇരിക്കുന്നത് ആവശ്യമില്ലാത്തല്ല നീ പറയുന്നുണ്ട്. വചനം പറ, വചനം അങ്ങോട്ട് പറ. യേശു രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പറഞ്ഞു. സന്ധ്യയായപ്പോ, അന്ന് സന്ധ്യയായപ്പോൾ ഞാൻ അക്കരയ്ക്ക് പോകാം. എന്താ അത് മേടിക്കാൻ പോണം. എവിടെ അപ്പോൾ അന്ന് സന്ധ്യയ്ക്ക് കർത്താവ് പറഞ്ഞു നാം, എങ്ങനെ എഴുതിയേക്കുന്നത്, നാം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ അക്കരയ്ക്ക് പോക്കോ, ഞാൻ ഉറങ്ങാൻ പോകുക എന്നല്ല. സന്ധ്യ ആയപ്പോ യേശു പറഞ്ഞത് എന്നാ സന്ധ്യ ആയി, ഞാൻ നിങ്ങളെല്ലാം കൂടെ പോക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ വചനം പറഞ്ഞു, ഒത്തിരി ടയേർഡാണ്.
തന്നില്ല, ഫാസ്റ്റിങ്ങും കൂടെ ആയിരുന്നു. എനിക്ക് ഇനിയും ചെന്ന് ഇളം ചൂടുവെള്ളത്തിൽ എണ്ണ തേച്ചൊന്ന് കുളിച്ചേച്ചേ, ഒരു ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വിശ്രമിക്കട്ടെ, നിങ്ങളെല്ലാം കൂടെ സന്ധ്യക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ സന്ധ്യയിൽ നിന്നെ ഒറ്റയ്ക്ക് വിടുകയല്ല. വിടത്തില്ല. ഒരു പകലിന്റെ സന്ധ്യാസമയത്ത് നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. സ്തോത്രം. ഈ കാലത്തിന്റെ സന്ധ്യയിലും നിന്നെ ഒറ്റയ്ക്ക് വിടുകയല്ല. കർത്താവ് പറഞ്ഞത് നാം അക്കരയ്ക്ക് പോകാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ സന്ധ്യ ആയപ്പോ അക്കരയ്ക്ക് വള്ളത്തെ കയറി. കൊതുമ്പ് വെള്ളമുണ്ട്, കൊച്ചുവെള്ളമുണ്ട്, ചുരുളം വെള്ളമുണ്ട്, വേറെ പിന്നെ തമ്പകവെള്ളം വേറെ ഉണ്ട്, വെപ്പുണ്ട്, ഓടിയുണ്ട്, കെട്ടുവെള്ളമുണ്ട്, കേവ് വെള്ളമുണ്ട്, ചുണ്ടൻ വെള്ളമുണ്ട്, ആറന്മുള സൈഡ് പള്ളിയോടമുണ്ട്, പല കേവ് വെള്ളം. പണ്ടൊക്കെ ചരക്ക് കേവ് വെള്ളത്തിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു ശിഷ്യന്മാരും വള്ളത്തിൽ കയറി. കർത്താവ് തലകണ വെച്ച് അമരത്ത് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ എഴുതിയേക്കാം. കർത്താവ് അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? വായിച്ചേ. അമരത്ത് തലകണ വെച്ച് അമരത്ത് കിടന്നുറങ്ങുക യേശു. അമരത്തുറങ്ങാൻ ഇന്നാള് ഞാൻ ഓർപ്പിച്ചതാ, നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാ. അമരമാണ് കാറ്റ് കയറി പിടിക്കുന്ന സ്ഥലം. കാരണം കുട്ടനാട്ടുകാർക്ക് അറിയാം, വള്ളവും വെള്ളവുമായിട്ട് പരിചയമുള്ള. അമരം അല്പം കിളന്നിരിക്കുന്ന സ്ഥലമാണ്. ഒരു കാറ്റ് അടിച്ചാൽ അത് ഞങ്ങളുടെ ഇവിടെ തെരശെന്ന് പറയും. തെരശിലോ കായലിലോ കടലിലോ ഒക്കെ അതിൽ കാറ്റടിച്ചാൽ ആദ്യം കാറ്റ് കയറി പിടിക്കുന്ന അമരത്താണ്. അതുകൊണ്ട് അമരം ക്ലിയർ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ കാറ്റ് കയറി പിടിച്ചാൽ കാറ്റ് രൂക്ഷമാണെങ്കിൽ ആദ്യം അടിച്ച് ഉടയ്ക്കുന്ന ഭാഗം അമരമാണ്. വള്ളത്തിന്റെ തകരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അമരമാണ്. ആ അമരത്ത് യേശു തലകണ എന്ന് പറഞ്ഞാൽ ആ തകരുമെന്ന് തോന്നുന്ന ഭാഗം യേശു അങ്ങ് ഏറ്റെടുത്തു. യേശു ഏറ്റെടുത്തു. ശിഷ്യന്മാരുമായിട്ട് പടക് മെല്ലെ അക്കരയ്ക്ക് പോകുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അക്കരയ്ക്ക് പോകുകയാണ്. ഈ അക്കരയ്ക്ക് പോകുന്ന എന്തിനാണെന്ന് യേശുവിന് അറിയാം. ശിഷ്യന്മാർക്ക് പലർക്കും പിടികിട്ടിയിട്ടില്ല. കർത്താവ് സർവജ്ഞാനിയല്ലേ, അവിടത്തേക്കറിയാം അക്കരെ പിശാചിനാൽ പിടിക്കപ്പെട്ട ഒരുവനുണ്ട്, അവന് വിടുതൽ കൊടുക്കണം. അതിന്റെ ആന്തരിക പാഠം, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ. അതുകൊണ്ടാണ് ഒരാളെ ഉന്നം വെച്ച അക്കരയ്ക്ക് യേശു പോകുന്നത്. കർത്താവിന് ഓരോരുത്തരും പ്രിയപ്പെട്ടവരാ. നിനക്ക് തോന്നും വീട്ടുകാർക്ക് നിന്നെ വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ചാർച്ചക്കാർക്ക് വേണ്ട, ബന്ധുമിത്രാദികൾക്ക് വേണ്ട, അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട എന്നൊക്കെ നമുക്ക് ജീവിത സാഹചര്യം വരുമ്പോൾ തോന്നും. പക്ഷെ കർത്താവിന് നിന്നെ ആവശ്യമാണ്. നിന്നെ കർത്താവിന് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് അക്കരയ്ക്ക് പോകുകയാണ്. ഈ പിശാചിനറിയാം എന്തിനാ അക്കരയ്ക്ക് പോകുന്നെന്ന്. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒന്നും പിടികിട്ടിയില്ല. ശിഷ്യന്മാർക്ക് പല കാര്യവും പിടികിട്ടിയില്ല. ഇവർ ചുമ്മാ കിടന്ന് ഗ്ലോറി, വിക്ടറി, കാൽവറി എന്ന് പറയുന്നതല്ലാതെ അവരും എല്ലാം തല്ലി പൊട്ടിക്കുന്നതല്ലാതെ എന്തിനാന്ന് പോലും ഇതുങ്ങൾക്ക്. സ്തോത്രം. ലോകത്തിന് വന്നവരാന്ന് ഞാൻ അകത്തോട്ട് കയറാൻ പറ്റാതെ ആരാ? അത് കുഴപ്പമില്ല, നമ്മുടെ ആളാ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിനെല്ലാവരും വിലപ്പെട്ടവരാണ്. അപ്പൊ ശിഷ്യന്മാർക്ക് അറിയത്തില്ല എന്തിനാ അക്കരയ്ക്ക് പോകുന്നത്. ഇവര് നമ്മുടെ പിള്ളേരുടെ ഒക്കെ ഭാഷ, ഇവർ ചുമ്മാ ഓളം ഉണ്ടാക്കുന്നല്ലാതെ ചുമ്മാ ഓളമാണ്. ഇവർക്ക് പല കാര്യവും പിടികിട്ടില്ല. അതിന് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ ഇരുന്ന പോലെ മനുഷ്യപുത്രം 3 ദിവസം ആയിരിക്കും. പിടികിട്ടിയില്ല. ഗ്ലോറി, വിക്ടറി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പിടികിട്ടുന്നില്ല. വേറൊക്കെ കർത്താവ് പറഞ്ഞത്, ഈ മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് പണിയും. ഒരുത്തൻ കയറി പറഞ്ഞു, 46 കൊല്ലം പണ്ടോ ഇന്ന് പ്രഷറിന്റെ ടാബ്ലറ്റ് എടുത്തില്ലേ, പോതക്കേടൊക്കെ, ഇഞ്ചക്ഷൻ, ഷുഗർ താന്നോ? സ്തോത്രം. കർത്താവിനൊരു ബോധക്കേടുമില്ല. ബോധക്കേടൊക്കെ എനിക്ക് നിങ്ങൾക്ക് വാ, യേശുവിന് ഒരു ബോധക്കേടുമില്ല. കർത്താവ് പറഞ്ഞത്,
അതിന്റെ ആത്മീക പാഠം, ഈ ശരീരമാകുന്ന മന്ദിരം പൊളിക്ക്. 3 ദിവസം കൊണ്ട് ഇത് പണിയും. കല്ലറ തുറന്നവൻ വൈരിയെ തകർത്ത്, കല്ലറ തുറന്നവൻ വൈരിയെ തകർത്തു, വല്ലഭനായവനേ. പിശാചിനറിയാം ഈ യാത്ര എന്തിനുള്ള യാത്രയാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ, സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണല്ലോ അവിടെ വായിക്കുന്നത്, പിശാച് കാറ്റടിപ്പിച്ചു. കാറ്റ്. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരാ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. അവര് അപരിചിതരല്ല, എൻ്റെ സഹോദരന്മാരാ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിനറിയാം എന്തിനാ അക്കരയ്ക്ക് പോകുന്നെന്ന്. യേശു, ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, യേശു യാതൊരു ഉദ്ദേശമില്ലാതെ എന്നും പോകുകയല്ല. നമ്മള് ഒരു ജോലിയിലും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിക്കല്ലേ എന്നെ, വെറുതെ ഇങ്ങോട്ട്. യേശു ഒന്നും വെറുതെ പോയിട്ടില്ല. എന്നാ രാവിലെ വരുന്ന കടൽത്തീരം വരുന്ന പോയിച്ചു വന്നേക്കാം, ഒത്തിരി നാളായി തിരമാല കണ്ടിട്ട്. യേശു ഒന്നും പോകില്ല. എന്നാ പീറ്ററിന്റെ വീട് വരെ വെറുതെ ഒന്ന് പോകാം, അങ്ങനെ ചുമ്മാ പോവുകയല്ല. വന്നു, ആ തള്ളക്ക് സൗഖ്യവും കൊടുത്തു, പൂർണ്ണ വിടുതല്. യേശു എന്നും വെറുതെ പോകത്തില്ല. നിന്റെ വീട്ടിൽ വരുന്നെങ്കിൽ ഉദ്ദേശമുണ്ട്, സഭയ്ക്കകത്ത് അവിടുന്ന് നടകൊള്ളുന്നെങ്കിൽ ഉദ്ദേശമുണ്ട്, ദേശത്ത് ഉയർത്തപ്പെടുന്നെങ്കിൽ ഉദ്ദേശമുണ്ട്. കർത്താവ് ഉദ്ദേശമില്ലാതെ എങ്ങും പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പിശാചിനറിയാം ഈ പുറപ്പാട് എന്തിനാണ്. അവൻ കാറ്റടിപ്പിച്ചു. യേശു കാറ്റിനെ ശാസിച്ചു, അമർന്നു. ഇതാണ് 4-ാം അധ്യായത്തിലെ പാഠം. വിവരിക്കുന്നില്ല. 5-ാം അധ്യായം തുടങ്ങുമ്പോൾ ഈ ഇക്കരെ വന്ന് ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, അദ്ദേഹത്തിന് വിടുതൽ കിട്ടി. വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പം സുബോധമുണ്ടായി. സുബോധം ഉണ്ടായപ്പം നേരും ചൊവ്വനും തുണി കൊടുത്തു. ഇപ്പൊ അത്ര പറയുന്നുള്ളൂ. മാന്യമായിട്ട് യോഗ്യമായിട്ടും വസ്ത്രം ധരിക്കാത്ത ബോർത്തോണം മർക്കോസ് 5. വെള്ള തന്നെ ധരിക്കണമെന്ന് ഞാൻ ശടിക്കുകയല്ല, കറുപ്പ് തന്നെ വേണമെന്ന് പറയുന്നില്ല, നീലയോ മഞ്ഞ തന്നെ വേണമെന്ന് പറയുന്നില്ല, കറുപ്പ് തന്നെ വേണമെന്ന് പറയുന്നില്ല. യോഗ്യമായിരിക്കണം. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാത്ത ബോർത്തോണം മർക്കോസ് 5. ചില സഭയിൽ ചെല്ലുമ്പോൾ നമുക്ക് മർക്കോസ് 5 കാണാം. സുവിശേഷ വേലക്കാരിലും ചിലരെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോ, പറയണ്ട, ആണ്ട മർക്കോസ് 5 ഇരിക്കുന്നു. സുവിശേഷ വേലക്കാരുടെ സഹധർമ്മിണിമാരെ കാണുമ്പോൾ യോഗ്യമല്ലെങ്കിൽ ഓർക്കണം, ആണ്ട് ഒരു മർക്കോസ് 5 കൂടെ. ചില സഭ മുഴുവൻ മർക്കോസ് 5. അവിടെ അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇവന് വസ്ത്രമെല്ലാം ധരിച്ച് സുബോധം പൂട്ടിരിക്കുക. അത് കഴിഞ്ഞ് വരുമ്പോഴാ യായിറോസിന്റെ മകൾക്ക് ധീരമാണ്. അവളെ സൗഖ്യമാക്കാൻ വന്നപ്പോൾ രക്തസ്രവക്കാരി സൗഖ്യമായി. ആ സൗഖ്യം കഴിഞ്ഞ് വരുമ്പോഴാണ് പറഞ്ഞത്, ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തണ്ട, കുഞ്ഞോള് മരിച്ചു. യേശു ആ വാക്ക് മരിച്ചുപോയി, ഇനി രക്ഷയില്ല. യേശുവിനറിയാം ഇത് മരിച്ചതല്ല. ഞാൻ അവിടെ ചെല്ലുമ്പോ അവളെ പെരുമൂച്ചിട്ട് ചാടി എഴുന്നേക്കും. കുഞ്ഞോളല്ല, കുഞ്ഞോടെ വല്യമ്മ എഴുന്നേക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പണ്ടൊരാള് പറഞ്ഞ വലിയ പെരുന്നാളിന് പള്ളി പോയിട്ടില്ല, പിന്നെ സ്തോത്രം. കുഞ്ഞുമോളൊന്നും യേശുവിന് വിഷയമല്ല, നമുക്ക് കുഞ്ഞുമോള് വിഷയമാണ്. കുഞ്ഞുമോളെ, പൊന്നമ്മ, പൊടിയമ്മ, പൊന്നച്ചൻ, അതൊക്കെ നമുക്ക് വിഷയം. യേശുവിന് പൊന്നച്ചനും വിഷയമല്ല, പൊടിയമ്മയും വിഷയമല്ല. കർത്താവിന് അവനെ സേവിക്കുന്ന ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ആ വാക്ക് കുഞ്ഞുമോള് മരിച്ചു പോയെന്നത് യേശു. ഞാന് ബഹുമാന്യ കർത്തദാസന്മാരുള്ളത് കൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല. പാലാളത്തെ ജയിച്ചവൻ നിന്റെ വീട്ടിൽ വന്നാൽ ഉയർപ്പ് നടക്കും. ഞാനും നിങ്ങളും ചെന്നാ ഉള്ളവനൂടെ ചത്തുപോകും. നമുക്ക് കുഞ്ഞോടെ വീട് വരെ പോകാം. നമ്മുടെ നോട്ടവും നിപ്പം കാണുമ്പോൾ കുഞ്ഞോടെ അപ്പൻ ആദ്യം വെട്ടി വീഴും, പുറകെ അമ്മയും. നമ്മളധികം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നള്ളാതിരിക്കുന്നതാ. യേശു വരട്ടെ, യേശു നിന്റെ വീട്ടിൽ വരട്ടെ, യേശു നിന്റെ കുടുംബത്തിൽ വരട്ടെ, യേശു ദേശത്ത് വരട്ടെ. യേശു വരുന്നിടത്തെല്ലാം അത്ഭുതമാണ്.
ഹല്ലേലൂയ. ഇതാ കർത്താവ് കാര്യമാക്കിയില്ല. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നങ്ങ് നിർത്താം. ബാക്കി ദൈവം അനുവദിക്കുകയാണെങ്കിലേ ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ദൈവം നേരത്തെ ഞാൻ അങ്ങനെയാ പറയുന്നത്, ദൈവം അനുവദിച്ചാൽ. ഞാൻ വളരെ സൂക്ഷിച്ചേ പറയാറുള്ളൂ. കർത്താവ് അനുവദിച്ച, കർത്താവ് അനുവദിക്കാതെ ഒന്നും ഒക്കെ ഇന്നിപ്പം നിൽക്കുന്നത് ദൈവം അനുവദിച്ചതുകൊണ്ടാണ്. അല്ല, ഒന്നും ഒക്കത്തില്ല, ഒരു നിമിഷം നിൽക്കാനൊക്കത്തില്ല. കർത്താവ് അനുവദിച്ചാൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ദൈവം അനുവദിക്കാതെ കൂടാ. അന്നേരം ബാക്കി പറയാം ഒക്കുന്നെങ്കിൽ ആക്കമുണ്ടെങ്കിൽ. ഇപ്പൊ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ഒന്ന്, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല, ബാല മരിച്ചു പോയി, കാര്യമാക്കിയില്ല. രണ്ട്, ദൈവമക്കൾ പലതും കാര്യമാക്കരുത്. എബ്രാഹിമരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി വടക്കോട്ട് എന്ന് കാര്യമാക്കരുത്. എബ്രാഹിമർ അങ്ങോട്ട് എന്ന് വെച്ച് ഇബ്താഹിനോട് പറയുക, നീ അമ്മോര്യരോട് യുദ്ധത്തിന് പോയപ്പോ ഞങ്ങളെ എന്നെ അതിനെ മെസ്സേജ് വിടാഞ്ഞ് വാട്സാപ്പിൽ എന്നെ അയക്കാൻ, ഞങ്ങൾ അങ്ങോട്ട് പോവാന്ന്. ഇവന്മാര് വടക്കോട്ടാണ്. ഞാനിപ്പം വടക്കൊന്നും തൊടുന്നില്ല. സ്തോത്രം. അടുത്ത ഡയലോഗ, ഞങ്ങൾ പെരയ്ക്കകത്തിട്ട് പെരയുടെ വെളിയിൽ ഇറക്കുകയല്ല, പിന്നെ പെരയ്ക്കകത്തിട്ട് കത്തിക്ക് വന്നു. കാര്യമാക്കണ്ട. ദൈവം അനുവദിക്കാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും പൊടിയത്തില്ല. രാജാക്കന്മാരുടെ ഹൃദയം യഹോവ കിടക്കൽ നീർത്തോട് പോല. നീ മുട്ടയിലിരുന്നാൽ അടിച്ചു നിരത്തും ദൈവം. സമയം മുൻപോട്ട് പോകുന്നുണ്ട്, ഞാനങ്ങ് ലോപിക്കുക പാട്ട്. അപ്പൊ ഇവര് എബ്രാഹിമരെല്ലാം കൂടെ ഒത്തോണ്ട്, എബ്രാഹിമര് എല്ലാം കൂടെ ഗ്രൂപ്പ് കൂടി വെച്ച് പറഞ്ഞു, നമുക്ക് വടക്കോട്ട് എന്ന് വെച്ച് ഇബ്താഹിനോട്, നീ ഞങ്ങളോട് ചോദിക്കാതെ എന്തിനാ അമോര്യരോട്? ഞങ്ങള് 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ആര് എന്തോ കാര്യത്തിന് പോയാലും ഞങ്ങളോട് ചോദിക്കാതെ പോവുകയല്ല. നീ പിന്നെ ഒരാളിങ്ങനെ ചോദിക്കാതെ പറയാതെ ചെന്ന് ഈ യുദ്ധം ചെയ്യുന്ന കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ആകെത്തട്ടി ഞങ്ങൾ ചൂടും. ഇത്താകാരാ ഇവന്മാര് പറയാ പെരയ്ക്കകത്തിട്ട് കത്തിക്ക് വന്ന്. ഇത്താഗ് തീക്കകത്തൂടെ ഇറങ്ങി വന്നവനാ. ഇത്താഗ് തീക്കകത്തൂടെ ഇങ്ങോട്ട് വന്നതാണ്. അന്നേരം യവന്മാര് ചൂട്ടുകയറ്റി ആട്ടിയല്ലേ, ചൂട്ടുകയറ്റി ആട്ടി വീശേച്ച് കുത്തും. പുള്ളി ആഴിക്കകത്തൂടെ നടന്നു വന്നവനാ. പണ്ട് ബഹുമാനപ്പെട്ട മൺമറിഞ്ഞ് TV തോമസിന്റെ അമ്മയാണെന്ന് തോന്നുന്നു, അത്യാസന നിലയിൽ കിടക്കുമ്പോൾ പണ്ട് ഞാൻ പറഞ്ഞതാണ്. അതായത് വത്സൻ എബ്രഹാം അവരുടെ ഭാര്യയുടെ വല്യമ്മച്ചി, വത്സൻ എബ്രഹാമിന്റെ അമ്മാവിയപ്പനാണല്ലോ TV തോമസ്. അദ്ദേഹത്തിന്റെ അമ്മ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു, മാന്യ സ്ത്രീയായിരുന്നു, സാക്ഷ്യമുള്ള സ്ത്രീയായിരുന്നു, നല്ല അമ്മയായിരുന്നു, പ്രവചനാത്മാവി നിറയുന്ന അമ്മയായിരുന്നു എന്നാ പഴമക്കാര് പറഞ്ഞുള്ള അറിവ്. നല്ല അമ്മ. മരുന്നെടുക്കുകയല്ലായിരുന്നു. മോൻ ഡോക്ടറാ, കൊച്ചുമോനൊക്കെ ഡോക്ടർ, അമ്മയ്ക്ക് മരുന്ന് വേണ്ട. അലസാന് കൃത്യം അറിയാമല്ലോ. അലസാന്റെ അപ്പച്ചൻ സൈക്കിള് പാപ്പിച്ചായനും മധുരമ്പൊക്കെ കൊച്ചുപ്പാപ്പനും. എനിക്കൊന്ന് ആ അമ്മച്ചിയുടെ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ കണ്ടായിരുന്നല്ലോ, കുഞ്ഞേറിച്ചൻ. കുഞ്ഞേറിച്ചൻ എന്നല്ലേ അപ്പച്ചന്റെ പേര്? കുമ്പനാട് പാസ്റ്ററൊക്കെ ആയിരുന്നു കുഞ്ഞേറിച്ചൻ ആണെന്ന്. പിന്നെ ഞാനിതല്ല അല്ല, ഞാൻ കൃത്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ അമ്മ അത്യാവശ്യം നിലയിലാണ്. ഇപ്പം മരുന്നെടുക്കുകയല്ല, രോഗശാന്തിയ. അപ്പൊ പിള്ളേരെല്ലാം ചെന്ന് പറഞ്ഞു, ഈ മരുന്നെടുക്കണമെന്ന് പറയാൻ ബുദ്ധിമുട്ട്, എങ്കിലും ചെന്നിങ്ങനെ കട്ടിലിനെടുക്കുന്ന വെച്ച് ആ അമ്മച്ചിയുടെ മകളാ തട്ടയിൽ ആര്യ പോയി ജോർജ് സാറിന്റെ ഭാര്യ കുഞ്ഞമ്മ സാർ എന്നോട് പറഞ്ഞതാ. അതാ ഇത്ര കൃത്യം ഞാൻ പറയാൻ. ചെന്ന് പറഞ്ഞു, അമ്മച്ചി മരുന്നും ദൈവത്തിന്റെ വിശേഷത കൊണ്ടാണല്ലോ ഡോക്ടർമാർ ഇത് കണ്ടുപിടിക്കുകയും അതിന്റെ ചുമതലപ്പെട്ടവർ ഇത് കണ്ടുപിടിക്കുകയല്ല. എല്ലാം മഞ്ഞള് അതും മരുന്നല്ലേ, പേസ്റ്റ് അതും മരുന്ന്, എല്ലാം മരുന്ന് ഏതാ എന്ന് പറഞ്ഞ അമ്മച്ചി ആശുപത്രി പോകണം, മരുന്നെടുക്കണമെന്ന് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അമ്മ നല്ല അമ്മയാ. അമ്മ
കട്ടിലേക്ക് കിടന്നോണ്ട് പറഞ്ഞു, മോനെ, പമ്പയാറ് ഇരുകരയും കവിഞ്ഞ് ഒഴുകിയ സമയത്ത് ഞാൻ നീന്തി കയറിയതാ. അന്നേരം ഈ കൈത്തോടിപ്പം വന്നതാണോ എനിക്ക് വിഷയം? അത് ഞാൻ ഒരു ചാട്ടത്തിന് കിടക്കുമെന്ന് പറഞ്ഞു. ഇരുകരെ മുറ്റി പമ്പ കവിഞ്ഞൊഴുകിയപ്പോ ഞാൻ നീന്തി കയറിയതാണ്. പിന്നെ ആന്നോടാ കൈത്തോട്. അമ്മ മരുന്നെടുത്തില്ല, അർത്ഥം പിടികിട്ടി കാണുമല്ലോ. ഞങ്ങൾ വീടിനകത്തിട്ട് ചൂട്ടുകളയും, ചൂടും. വീടിനകത്തിട്ട് ഇത്താകാരാ വായിച്ചേ? 11:1 മുതൽ വായിച്ചേ സാറാ, വായിക്കല്ലേ? ഗിലെയാദിനായ യിഫ്താഹ് അങ്ങനെ പറയുള്ളൂ. പുള്ളി നേരും ചൊവ്വനായിട്ട് പറയത്തില്ല. ഗിലെയാദിനായ യിഫ്താഹ് തങ്കമാമയുടെ മോൻ, അങ്ങനല്ല. പിന്നെ പെണ്ണമാമയുടെ മോൻ, അങ്ങനെ പറഞ്ഞ കുറച്ചുകൂടെ. ജനിച്ചപ്പോ മുതൽ ആക്ഷേപം. ജനിച്ചപ്പോ മുതല് വേശ്യാപുത്രൻ. അപ്പൻ ഗിലെയാദിന ജനകൻ, അങ്ങനല്ലേ? ഗിലെയാദ് അവൻ ജനകന്. അടുത്തത് പിന്നെ ഈ അമ്മ മക്കളെ പ്രസവിച്ചു. ഇവന് വേശ്യാപുത്രനാ, അതുകൊണ്ട് അവകാശമൊന്നും. കാരണം ആവർത്തന പുസ്തകം 23:3 കിടപ്പുണ്ട്, കൗലിട ഞാൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഇവന്റെ 10 തലമുറ മിണ്ടാൻ അനുവദിക്കുകയല്ല. സഭ വേണ്ട, സഭയൊക്കെ ഞങ്ങളെ സഭ കൊണ്ടുപോയിക്കോളാം, നീ സഭയിലൊന്നും ഇനി വേണ്ട, നിന്റെ സഭ ഇതുകൊണ്ട് സഭ മൈക്ക് സെറ്റ് എടുത്തോണ്ട് ഈ ആഴ്ച തന്നെ പൊക്കണം. തമ്പേർ ഒന്ന് പഴയ വിലയ്ക്ക് കുമ്പനാട്ടങ്ങാനും കൊണ്ട് സ്തോത്രം. സ്റ്റാൻഡ് ആർക്കെങ്കിലും കൊടുത്തോണം. പാട്ടുകാർ കൊച്ചുമന് വേണോ? കൊച്ചുമന് ഇത് വെച്ച് പാടാന്ന്. ഇത് ഹെബ്രോനിൽ തന്നെ വെച്ച് പാടും. സ്തോത്രം. ഇവൻ ഗിലെയാദിനാണ്, വേശ്യാപുത്രൻ. ആക്ഷേപം, വേശ്യാപുത്രൻ. അപ്പൊ അമ്മയുടെ പിള്ളേർ പറഞ്ഞു, വേണ്ട കയറി കളിക്കുമെന്ന്. കളിച്ചതൊക്കെ മതി, ഇനി അവനെ ഈ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ കളിക്കും ചുണയുണ്ട്. അവനങ്ങ് തോപദേശത്ത് പോയി. ചിലപ്പോ ഓയിസ്റ്ററിൽ നിന്ന് ആരാധന മാറ്റിയെന്ന് വരാം, പക്ഷെ ആരാധന നിൽക്കുകയല്ല. സ്തോത്രം. ആരുമില്ലേലും ഞാൻ എന്ത് തമ്പാറന്തിയെ ഏതായാലും ഞാൻ പെന്തിക്കോസ് വന്നു. ഇനിയിപ്പോ ഇത് വിട്ടേച്ചെങ്ങും പോകാൻ തീരുമാനിച്ചിട്ടില്ല. തന്നെ ഇരുന്ന് അറിയാവുന്ന പാട്ട് പാടി ഇനി രേണുവും ജോഷുവായി വന്നില്ലേലും ഇവിടെ നിന്ന് ഇങ്ങനെ ആത്മാവിലാകും. ഏതായാലും ഇനി തിരിച്ച് പഴയ സ്ഥലത്തോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി. മാറി നിൽക്കുക. എങ്ങോട്ട് മാറി നിൽക്കാൻ? മാറി നിൽക്കേണ്ട സ്ഥലവും കൂടെ പറയാണ്. ഇന്ന പൊസിഷനിൽ പോകണ്ടേ? കല്യാണവില്ലേ ഈ കൈവരി, പാലത്തിന്റെ കൈവരില്ലേ സന്ധ്യ ആകുമ്പം ചെറുപ്പക്കാരും മധ്യവയസ്കന്മാരും ഇങ്ങനെ പാലത്തിന്റെ കൈവരിയൊക്കെ കയറിയിരുന്നേ, ഇങ്ങനെ അപ്പുറം ഇപ്പുറയും കൈവരി, നടുക്കൂടെ സ്ത്രീകളൊക്കെ സന്ധ്യക്ക് പീടിയെ പോകാനായിട്ട് പോകും. അപ്പം ഇങ്ങനെ കാലുമൊക്കെ ഉറപ്പിച്ച് പോകുന്നവരെയൊക്കെ കൊണ്ടുവിടും. കടയെ കൊണ്ട് പോടുന്നവരെ കടയെ വിട്ടേച്ച് അവിടെ നിന്ന് തിരിച്ചവരെ വീട്ടിൽ കൊണ്ട് പിന്നെ അവരെ തിരിച്ച് ഇത് കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അന്നിരിക്കുന്ന SI നല്ല മിടുക്കനാണ്. പുള്ളി നിറഞ്ഞേച്ചേ ന്യൂട്രല് ഓർക്കാപ്പുറത്ത് ജീപ്പിലൂടെ അവർ കുറച്ചേറെ പേര് കൈവരിയിരിക്കുക.
ജീപ്പ് അങ്ങോട്ട് ചേടി കൂട്ടിട്ട് അടി ഓടാന്ന് പറഞ്ഞു. മൂടുവണ്ണെന്നും എടുത്ത് ഓടി. ഏനെ ഇരിക്ക് പോയി, അങ്ങോട്ട് പോയിരിക്കും. എഴുന്നേക്ക്, അങ്ങോട്ട് ഇരുന്നു. എഴുന്നേക്ക് മാ, അങ്ങോട്ട് ഇരുന്നു. അതിന് ചന്ദ്രൻ മാസ്റ്റർ മൂപ്പ് ചോദിക്കുന്നത് എന്തിനാ? അപ്പൊ ശ്രദ്ധിച്ചേ, പുള്ളി മൂട്ടിട്ടായിരിക്കും ഓടാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും എടുത്ത് ഓടി. ഇത് പഴമക്കാര് പറഞ്ഞുള്ള അറിവാണ്. എല്ലാരും ഓടിയപ്പോ അതിൽ ഒരാള് ഇച്ചിരി മിടുക്കനാ. പുള്ളി കുറേയേറെ ഓടി വെച്ച് ഓടിയ സ്പീഡിന്റെ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി തിരിച്ചോടി വന്ന് എസ് ഐ ചോദിച്ചു, സാറേ എങ്ങോട്ടാ ഓടണ്ടെന്ന്. ഓടാൻ പറഞ്ഞപ്പോ റോഡ് ഇങ്ങനെ കിടക്കുക. ഓടിയ പാലക്കാട് ഓടാം, അവിടുന്ന് പിന്നെ കോയമ്പത്തൂരൂടെ ഓടാം, പിന്നെ പോകരുത്. കുറച്ച് ഓടി എങ്ങോട്ടാ ഓടണ്ടെന്ന് പഴമക്കാര് പറഞ്ഞുള്ളവർ. എസ് ഐ അങ്ങ് ചിരിച്ചു, വീട്ടിലോട്ട് പോടാ. എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞു. സ്ഥലം അറിയാതെ ഓടിയാലോ, സ്ഥലം അറിയാതെ ഓടിയാലോ. അങ്ങോട്ടോടാനാ? ഒറ്റയ്ക്കിരുന്ന് സ്തോത്രം സ്തോത്രം. അപ്പൊ ഇവനെ ആക്ഷേപിക്കുക ഗിലെയാദ്, വേശ്യാപുത്രൻ. സഹോദരന്മാര് പറഞ്ഞു അവകാശമൊന്നും തരികയല്ല, പ്രശ്നം വേണ്ട. പുള്ളി തോബ് ദേശത്ത് ആണ്ടിപ്പോ പ്രശ്നം രൂക്ഷമായി. മൂപ്പന്മാരെല്ലാം കൂടെ പറഞ്ഞു ഗിലെയാദ് വരാതെ നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഗിലെയാദ് വരാതെ അയ്യോ എല്ലാവരോടും ചേർന്ന് ഗിലെയാദിനോട് പറഞ്ഞു, ദയവ് ചെയ്ത്. പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഇത് എഫ്രയീമിനെ അറിഞ്ഞു. അപ്പൊ എഫ്രയീമിനെ അറിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ വരുന്ന ഭാഗം ആ 12-1. എഫ്രയീമിനെല്ലാം കൂടെ ഒന്നിച്ചു കൂടി വടക്കോട്ട്. ഒന്നുകൂടെ വായിച്ചേ, 12-1. അനന്തരം എഫ്രയീമിനെല്ലാം കൂടെ ഒന്നിച്ചു കൂടി വടക്കോട്ട് എന്ന് നീ അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പം പിന്നെ ഒന്നും കാര്യമാക്കണ്ട. യേശു ആ വാക്ക് ഇത് ഞാൻ അധികം വിവരിക്കുന്നില്ല. കുഞ്ഞോള് മരിച്ചു പോയി, അതൊന്നും കാര്യമാക്കിയില്ല. ഇത്താനോട് പറഞ്ഞ് പെരക്കാത്തിട്ട് കത്തിക്കുമെന്ന് കാര്യമാക്കണ്ട. സ്തോത്രം. ഒരു പെര കത്തിച്ചാൽ വേറെ പെര കാണും. സ്തോത്രം. ഒരു പെര കത്തിച്ചാൽ വേറെ പേര് കാണും. പണ്ട് ഞങ്ങൾ കല്യാണം നടക്കുക അവിടെ നമ്മുടെ കാവാലത്ത്. അപ്പം എനിക്ക് വന്നത് കൊമരകത്തി നിന്നാന്നോ ഇവിടെ നിന്നാന്നോ ഒരു ആൾക്കാർ ഇവിടെ നിന്നാന്ന് കൃത്യം സ്ഥലം കൃത്യം ഓർക്കുന്നില്ല. കൊമരകമാന്നാ എൻ്റെ ചിന്ത ഏതോ. അപ്പം ഞങ്ങളെല്ലാം അവിടെ കല്യാണം കഴിഞ്ഞ് ഊണ് കഴിഞ്ഞ് നിന്നപ്പം വന്നതിലൊരു ബന്ധുക്കാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഒരു പൂവന. അവന് വേറൊരാൾ പറഞ്ഞു കത്തി കയറ്റി വന്നു, എന്തോ പ്രശ്നം പറഞ്ഞപ്പോൾ. അപ്പൊ ഞാന് അപ്പുറം നിൽപ്പുണ്ട്. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ മിടുക്കിയ. പുള്ളി പറഞ്ഞ് ഈ ലോകത്തിൽ ഒരു കത്തി മാത്രം അല്ലല്ലോ ഉള്ളത്. പുള്ളിക്കാരി ഉറക്കെ ആരോടൊന്നില്ല, പുള്ളിയോടും പറഞ്ഞില്ല. പുള്ളി അവിടെ നിന്ന് വേറൊരാൾ പറഞ്ഞ് കത്തി കയറ്റി വന്നു. അപ്പൊ കൊച്ചമ്മ ഇപ്പറന്ന് പറഞ്ഞു ഈ ലോകത്തിൽ ഒരു കത്തി മാത്രമല്ലല്ലോ മൂർച്ചയുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ എങ്ങും കാണുന്നില്ല, കത്തിയില്ല, ആളില്ല. സ്തോത്രം. മനസ്സിലായി കാണും. ഈ വീട് കത്തിച്ച വേറെ വീട് പിന്നെ കാര്യമാക്കണ്ട. ഒരു വാക്യവും കൂടെ വായിക്കാം, ബാക്കി അതിന്റെ വെള്ളിയാഴ്ച ഞായറാഴ്ചയും ദൈവം അനുവദിക്കാന്നേ പറയാം. വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം, അറിവുള്ള വാക്യമാണ്, 17-ാം അധ്യായത്തിന്റെ 43-44 വായിച്ചേ. ഫെലിസ്ത്യൻ ദാവീദിനോട്, ഒന്നുകൂടെ വായിച്ചേ സാറാ. ഫെലിസ്ത്യൻ ദാവീദിനോട് നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നും കാര്യമാക്കരുത്. സ്തോത്രം. ഇത് നിന്ന് പറയുന്നത് ചെറിയ പുള്ളിയല്ല, 6 മുഴോ 1 ജാൻ നീളമുള്ളവൻ. ചെറിയ പുള്ളിയൊന്നുമല്ല. എത്ര മുഴവാ? അല്ലാതെ ഉണ്ടപ്പക്കറും ഒന്നുമല്ല.
കുള്ളനല്ലീ പറയുന്നത്, നെടുപ്പമുള്ളവനാ. വായിച്ചേ 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. 17:4. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തു നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്ന് അവൻ 6 മുഴോ ഒരു ചാണെടുപ്പ്, അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം, അവൻ 5000 ശെക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ച കാൽച്ചട്ടയും ചുമലി താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ, കുന്തത്തിന്റെ അലക് 600 ശെക്കൽ ഇരുമ്പ്. ഇവനാ നിന്ന് പറയുന്നത്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ അത്താവിത്ത ആളൊന്നും അല്ല, അവനാ പറഞ്ഞത്. വാടാ നിന്നെ നീ വടികളുമായിട്ട് ഈ അങ്ങനെ. ഒന്നുകൂടെ വായിക്കും 43. നീ വടികളുമായി. അയ്യോ, അത് തന്നെ തെറ്റല്ലേ? വടികളില്ലല്ലോ, ആകെ ഒരു വടിയേ ഉള്ളു. ദാവീദ് വടികളുമായി വന്നെന്ന് വാക്യമില്ല. ഒരു വടിയും കവണ 5 കല്ലുണ്ടായിരുന്നു, വടികളില്ല. അപ്പൊ അത് തന്നെ പരുവക്കേടാ. അത് കേൾക്കുമ്പോൾ അറിയാലോ ഇത് മിക്കവാറും വടികൾ. സ്തോത്രം, സ്തോത്രം. ഇവനിങ്ങനെ ഇവന്റെ നെടുപ്പം കാണുമ്പല്ലേ പയ്യൻ പേടിക്കുവന്നാ. ഇവന്റെ കുന്തത്തിന്റെ തണ്ടും നെയ്ത്തുകാരന്റെ പടപ്പുതടി, കുന്തത്തിന്റെ ആലകും. ഈ കുന്തം എന്ന് പറഞ്ഞ എത്ര പേരെ കയറ്റിയ കുന്തമാന്ന്. പിന്നെ അത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന കുന്തമേ, ഇത് പ്രത്യേക കുന്തമാണ്. പുള്ളിയെ കണ്ടാൽ തന്നെ എല്ലാരും പേടിക്കും, എല്ലാരും ഓച്ചാനിച്ചാ നിൽക്കുന്നത്. അച്ചായോ, ദാവീദിന് ഇതൊന്നും വിഷയമല്ല. ദൈവം എന്റെ മേലെ അഭിഷേകം പകർന്നതാ. പുൽപ്പുറത്തിൽ നിന്ന് ഇവനെ തെരഞ്ഞെടുത്തതാ. ആടുകളെ മേയിച്ചോണ്ടിരുന്നപ്പോ ദൈവം തെരഞ്ഞെടുത്തതാ. ദാവീദ് പറഞ്ഞല്ലേ, എന്റെ അപ്പനും അമ്മയൊക്കെ എന്നെ മറന്നതാ, എങ്കിലും യഹോവ എന്നെ കണ്ട് തെരഞ്ഞെടുത്തതാ. പ്രൈസ് ദി ലോർഡ്. എടാ, ദൈവം തെരഞ്ഞെടുത്തവനെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രസിഡന്റ് തെരഞ്ഞെടുത്ത പരുവക്കേട, സെക്രട്ടറി തെരഞ്ഞെടുത്താലും പരുവക്കേട, വോട്ടിട്ട് ഇലക്ഷൻ നടത്തിയെടുത്താലും പരുവക്കേട. പക്ഷെ ദൈവം തെരഞ്ഞെടുത്താൽ, ദൈവം നിന്നെ തെരഞ്ഞെടുത്താൽ. ഇവന്റെ 6 മോഴോ ഒരു ജാണുമൊക്കെ കാണുമ്പം കൊച്ചു ദാവീദ്, അത് പറ, അങ്ങനെ നല്ലത്. വലിയ ദാവീദ് ആയില്ലല്ലോ, കൊച്ചു ദാവീദ്. അങ്ങനല്ലേ ചില വീട്ടുപേര്, കൊച്ചു പരക്കല്ലേ അതിനാ അപ്പറ വലിയ പേരുണ്ട്. കൊച്ചു പറമ്പിൽ അതിനാ വലിയ പറമ്പ് ആളും അപ്പറ കിടക്കുക. കൊച്ചടം അതിനാ വലിയ ഇടം അപ്പറ കിടപ്പുണ്ട്. അപ്പം കൊച്ചു ദാവീദ്. ദാവീദ് കൊച്ചനാന്നേലും അഭിഷേകം മേളിൽ നിന്ന് തന്നതാണ്. അഭിഷേകം കൊടുത്തവൻ വലിയവനാ. ദാവീദ് ചെറുതാ, അഭിഷേകം ചെയ്തവൻ വലിയവനാണ്. അവൻ യോനയിലും വലിയവനാ, ശലോമോനിലും വലിയവനാ, ദൈവാലയത്തെക്കാൾ വലിയവനാ, സ്വർഗത്തെക്കാൾ വലിയവനാ, അവൻ എല്ലാത്തിനേക്കാളും വലിയവനാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവന്റെ നെടുപ്പം കണ്ട് ഒരുമാതിരിപ്പെട്ടവരില്ല. അഭിനേര് പേടിച്ചു. അഭിനേര് പറഞ്ഞു, നമുക്ക് ന്യൂട്രലിൽ വലിയുന്നതാ ഈ സമയത്ത്. എന്നാൽ ഷിനു വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ആരടങ്ങുന്നത് ഓത്രം പമ്മി പെരക്കി വിറ്റ് നടക്കുകയല്ലോ, ഇടക്കിടക്ക് ഒളിഞ്ഞു നോക്കുന്നു. ജയ്സന് വന്നല്ലോ. ഞായറാഴ്ച ഹാർമോണിയം കൊണ്ടുവരണേ, ഞായറാഴ്ച അടിച്ച് തകർക്കണം പാട്ട് പാടി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദാവീദിനൊന്നും വിഷയമല്ല. ഇവന്റെ നെടുപ്പം കൊണ്ട് ഒരുമാതിരിപ്പെട്ടവരല്ല അഭിനേര് പേടിച്ചു. ശൗല് പുള്ളി അഭിഷേകം പോയത് കൊണ്ട് പുള്ളിക്ക് ഒരേ പതയും ചാടി നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ തൂക്കുന്നുണ്ട്. അഭിഷേകം എല്ലാം ഒരേ പത ഇടയ്ക്കിടയ്ക്ക്.
ഈ യോനാഥാൻ മിടുക്കന്മാരെ. ഷമ്മ, ഏലിയാബ്, ഏലിയാവല്ല ഏലിയാബ്, അതാ ബലൂന്റെ ബാ, ഏലിയാബ്, ശിമയി, ദാവീദിന്റെ സഹോദരൻ, എല്ലാം മിലിറ്ററിക്കാരാ കേട്ടോ. ആ നടപ്പൊക്കെ എല്ലാം. പക്ഷേ വ്യായി വന്നപ്പോ എല്ലാം അങ്ങേ മലയെ കയറുന്നു, രക്തം, കാൽവർ രക്തം, വിക്ടറി. എവിടെ നിന്നാ? അന്നേരം അഭിഷേകമുള്ളവൻ ഏതായാലും അങ്ങോട്ട് പോവാം. വിട്ടപ്പോഴേ ഈ അപ്പൻ ഈശായി പറഞ്ഞിടേ, ചേട്ടന്മാരെല്ലാം പട്ടാളത്തിലാണ്, മെസ്സേജ് ഒന്നും വരുന്നില്ല. ഈ ഒരു പറ മലരും 10 പാൽക്കട്ടി 10 സഹസാരത്തിന് കൊടുത്തേക്കണം. ചോദിച്ചില്ലെങ്കിലും എന്റെ ചിന്തയാ. അപ്പൊ ഞാൻ മലര് അതാവന്മാർക്ക് കൊടുക്കും, കുറച്ചെങ്കിലും. യുദ്ധമോ നടക്കുന്നില്ല, എന്നാ പിന്നെ കടല് കുറച്ച് ഗേറ്റിന്റെ വെളിയിൽ കൂടെ. അങ്ങനെ കണ്ടിട്ടില്ലേ? ഇന്നങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നലെ പോരാ, യുദ്ധം നടക്കുന്നില്ലല്ലോ. യുദ്ധമുണ്ടെന്ന് പോസ്റ്ററിലല്ലേ ഉള്ളൂ, യുദ്ധം നടക്കുന്നില്ലല്ലോ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറഞ്ഞപ്പോഴേ അപ്പം പറഞ്ഞു, മോനെ ലക്ഷ്യവും വാങ്ങി വേണം തിരിച്ചു വരാൻ. അതുകൊണ്ടാ തോട്ടിൽ നിന്ന് ഒരു 5 കല്ല് എടുത്തു. ദാവീദ് വിവരിക്കുന്നില്ല, എന്തിനാ അധികം വിവരിക്കുന്നേ. അപ്പൊ ഈ പയ്യനെ കണ്ടപ്പോൾ 6 മുഴ ഉയരമുള്ള യവൻ പറഞ്ഞു, അഞ്ഞു വാ, നീ വടികളായിട്ട് വരാം, ഞാൻ നായാന്നോടാ, നീ വാ, ഞാൻ നിന്നെ ഇന്ന് 44-ാം വാക്യം ഒന്നുകൂടെ. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, നിന്നെ ഇന്ന് എന്ന് പറഞ്ഞാൽ നിന്നെ ഇന്ന് വെട്ടിക്കമത്തി പീസാക്കി, കഴുകനൊരു പീസ്, ഗരുഡനൊരു പീസ്, പരുന്തിന് വേറെ പീസാക്കി. കാട്ടിലെ മൃഗങ്ങൾക്കും സ്തോത്രം, നിന്നെ ഇരയാക്കുന്നുണ്ടെന്ന്. കാര്യമാക്കണ്ട, ദൈവം അനുവദിക്കാതെ ഒറ്റ ഒരുത്തൻ നിന്നെ തൊടുകയല്ല, നിന്നെ ഓരോരുത്തനും തൊടുകയല്ല. കർത്താവ് അനുവദിച്ചിട്ടാണെങ്കിൽ സകല എണ്ണവും കയറി തൊടും. അതെ, കർത്താവ് അനുവദിച്ചാണെങ്കിൽ എന്നെ ആണെങ്കിലും നിങ്ങളെ ആണെങ്കിലും എല്ലാവരും തൊടും. ദൈവം അനുവദിച്ചെങ്കിലേ തൊടൂ. സ്തോത്രം. നിന്നെ ദൈവം അനുവദിക്കാതെ നിന്നെ ആരും തൊടുകയല്ല. ദൈവം അനുവദിക്കാതെ നിന്റെ വീട്ടിൽ ആരും വരികയല്ല. ദൈവം അനുവദിക്കാത്ത പക്ഷം നിന്റെ ശുശ്രൂഷയെ തൊടുകയല്ല. ദൈവം അനുവദിക്കാത്ത പക്ഷം നിനക്കൊരു ദോഷവും വരികയല്ല. ഈ രാത്രി യേശു പറഞ്ഞതുപോലെ ആ വാക്ക് കാര്യമാക്കാത്തതുപോലെ എബ്രായീമർ പറഞ്ഞ വാക്കുകൾ, ഗോലിയാത്ത് പറഞ്ഞ വാക്കുകൾ, പ്രൈസ് ദി ലോർഡ്, ബാല്യക്കാർ വന്നപ്പോഴല്ലോ ബാല മരിച്ചു, അതൊന്നും കാര്യമാക്കി നീ ദൈവത്തിൽ വിശ്വസിക്കേ.